നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? എന്തുമാത്രം വാല്യൂ ആണ് അവർ നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ നൽകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പലരും നോ കോണ്ടാക്റ്റിലാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സിറ്റുവേഷനിലാണ്. എങ്കിൽ പോലും അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ സ്ഥാനം ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളെ മറ്റൊരു വ്യക്തിയുമായിട്ട് പോലും കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് എന്തുമാത്രം അറ്റാച്ച്ഡ് ആയിരുന്നു അവർ എന്ന് ഈ ഒരു സമയത്താണ് അവർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള ഓരോ മൊമെന്റ്സും ഇപ്പോൾ അവർ ഓർത്തെടുക്കുകയാണ്. അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരുപാട് എന്താണ് സമ്മർദ്ദങ്ങളുള്ള ഒരു സമയമാണ്. അതായത് ഇപ്പോൾ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരോടൊപ്പം ഇല്ലാത്തത് തന്നെയാണ് അതിനുള്ളൊരു റീസൺ ആയിട്ട് കാണുന്നത്. ലൈഫിൽ അവർക്ക് എല്ലാ രീതിയിലുമുള്ള ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർ മനസ്സിലാക്കുന്നത്, ഈ ഒരു സെപ്പറേഷനിൽ തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്, നിങ്ങളിൽ പലരും ട്വിൻ ഫ്ലെയിം എനർജി ആണ് എന്ന് കാണുന്നുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിരിക്കുകയാണ്. കാരണം ഈ ഒരു മൊമെന്റിലാണ് നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോവാണ്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും ആ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നും നിങ്ങളെ ആ, നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് അവർ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരു മിസ്സിംഗ് പീസ് എന്ന് അവർ മനസ്സിലാക്കി. ദാറ്റ് മീൻസ് ഡെഫിനിറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഈ ഒരു സമയത്താണെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ലൈഫിൽ അവർ എത്രമാത്രം ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് എന്നുള്ളൊരു കാര്യമായിരിക്കാം. ആ ഒരു കാര്യം അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഡിവൈൻലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. രണ്ടു പേർക്കും ഈ സിറ്റുവേഷൻ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ അടുത്ത നിമിഷങ്ങളിൽ തന്നെ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് നിങ്ങളെ അറിയിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഈ സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളോട് പറയണം. അത് നിങ്ങളോട് ക്ഷമ ചോദിക്കണം എന്നെല്ലാം അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം എത്രമാത്രം നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതും അവര് തിരിച്ചറിഞ്ഞത് ഈ ഒരു മൊമെന്റിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. അവർ നിങ്ങളുടെ മുന്നിൽ ഒരു മുഖംമൂടി അണിഞ്ഞാണ് നിന്നിരുന്നത്. കാരണം അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസും അവരുടെ ബുദ്ധിമുട്ടുകളും ഒന്നും നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ അതിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയായിരുന്നാലും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക്
തിരികെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. ഇറ്റ്സ് സ്റ്റിൽ ഹർട്ടിങ്. യെസ്, തീർച്ചയായിട്ടും അവരെ എന്തോ ഒരു കാര്യം ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. മേ ബി അവരായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളതായിരിക്കാം. ഓക്കെ, സം ഫാമിലി ഇഷ്യൂസ് ഇൻ മൈ ലൈഫ് നൗ. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് ഉള്ളതായിട്ട് പറയുന്നു. ഐ ഫിയർ യു വിൽ നെവർ ഫോർഗീവ് മീ. യെസ്, തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു ഭയം തോന്നുകയാണ്. അവരോട് നിങ്ങൾ ക്ഷമിക്കില്ല എന്നവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഐ വിൽ കം ടു യു സൂൺ. യെസ്, അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ കാൺട്ട് ലിവ് വിതൗട്ട് യു. നിങ്ങൾ ഇല്ലാണ്ട് അവർക്ക് ലൈഫ് മുന്നോട്ട് പോകുന്നില്ല. നമ്മൾ പറഞ്ഞ ഓരോ വേർഡ്സും ഇതിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി. ഓക്കെ, അവർ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. ഐ ആം മിസ്സിങ് യുവർ ലവ്. നിങ്ങളുടെ പ്രണയം അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ. ഗാർഡനിങ്, നിങ്ങളിൽ ആർക്കോ ഒരാൾക്ക് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമുണ്ടാവാം. ലെറ്റർ എസ്. ഓക്കെ, വൈറ്റ് കളർ. ലെറ്റർ വി. ലെറ്റർ എസ് അഗെയിൻ. ഓക്കെ, ബ്ലൂ കളർ. എസ് ലെറ്ററിലുള്ളവർ കൂടുതൽ ഉണ്ടാവാം. സെൻസിറ്റീവ്, പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ഒരു വ്യക്തിയായിരിക്കാം. യെസ്, ഒരു പോസിബിലിറ്റിയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു പോസിബിൾ ആണെന്ന് പറയുന്നു. എക്സ്പെക്ട് മിറാക്കിൾ. യെസ്, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്പർ 40, 31, 32, 9, 222. ഓക്കെ, ഇതൊരു ഏഞ്ചൽ നമ്പറാണ്. ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം. ജൂലൈ മന്ത്. ഓക്കെ, 22. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2222 എന്നുള്ള ഒരു നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ 222 ആയിരിക്കാം. 2വുമായിട്ട് ഈ റിലേഷൻഷിപ്പ് എന്തോ കണക്ഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്പർ 1, 42, ലെറ്റർ ഇ, മെയ് മന്ത്, ഡിസംബർ മന്ത്. ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ടുമോറോ. ഓക്കെ, നാളത്തെ ദിവസം തന്നെ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം.